വൈകുന്നേരം ആയപ്പോൾ ഒന്ന് വിചാരിച്ച് നമ്മൾ കൊല്ലത്തോട്ടൊന്ന് പോയി അവിടെ എന്തൊക്കെയായി ഈ ഓണത്തിൻ്റെ പ്രിപ്പറേഷൻസൊക്കെ എന്തായെന്ന് അറിയാൻ വേണ്ടി കൊല്ലത്ത് പോകാൻ നോക്കിയ വഴിക്ക് നമ്മൾ ഹാർബറിൽ കയറി മീനുണ്ടോ നോക്കിയിട്ട് നമ്മളവിടെ ഇറങ്ങി ഒന്നും വാങ്ങിച്ചൊന്നുമില്ല. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ ആശ്രമ മൈതാനത്താണ് വന്നത്. ആശ്രമ മൈതാനത്ത് വന്നപ്പോഴാണെങ്കിൽ അവിടെ ഇഷ്ടംപോലെ കടകൾ ഓപ്പണായി. നമ്മൾ ഓണം മേളയ്ക്ക് ഇത് മറ്റേ കുത്താമ്പള്ളിയുടെ കൈത്തറി വസ്ത്രങ്ങളാണ്. ഷർട്ടിന് മുണ്ട്, സാരി, കേരള സാരി, നല്ല സാരി, പക്ഷെ അതുപോലെ റേറ്റും ഉണ്ട്. കൈത്തറിയുടെ അല്ലേ. പിന്നെ കേരള സർക്കാർ നടത്തുന്ന ഓണമേളയുടെ ഒരു ഇതുണ്ട്. അപ്പോൾ അവിടെ ഈ നമ്മളുടെ സദ്യക്കുള്ള സാധനങ്ങളെല്ലാം ഉണ്ട്. എല്ലാം വീട്ടിലേക്കുള്ള പലചരക്ക് സാധനങ്ങളും കാര്യങ്ങൾ, പച്ചക്കറി, പിന്നെ സാരിയൊക്കെ നല്ല വിലക്കുറവുണ്ട് കേട്ടോ. 500 രൂപയ്ക്കൊക്കെ നല്ല അടിപൊളി സെറ്റ് സാരി കേട്ടോ. കണ്ടിട്ട് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ അവിടെയും കയറി നോക്കി. അങ്ങനെ ഓണത്തിന് ഒരുപാട് പേര് അവിടെ നിന്ന് ഷോപ്പിംഗ് ചെയ്യുന്നുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ വേറെ കടകളിലോട്ടൊക്കെ കയറി. ഇത് എനിക്ക് ഇമ്പോർട്ടൻറ്റ് ഡ്രസ്സാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇവിടുന്ന് കാണാത്ത നമ്മളിവിടെ കടകളിലൊന്നും ഇങ്ങനത്തെ ഡ്രസ്സൊന്നും ഇല്ലത്. എനിക്ക് കണ്ടപ്പോൾ മുംബൈയിൽ ബാംഗ്ലൂരിലൊക്കെ ഉള്ള സ്ട്രീറ്റ് ഷോപ്സ് ഉണ്ടല്ലോ, അവിടെയൊക്കെയുള്ള ഡ്രസ്സുകളാണ്. പക്ഷേ ഇത്തിരി വിലയുണ്ട്. 350ഒക്കെയാണ് ഉള്ളത്. ഞാൻ നോക്കിയത് 350ക്ക് അത്ര ഓക്കെ അല്ലായിരുന്നു. എനിക്കത് ഓക്കെ അല്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ അത് വാങ്ങിച്ചില്ല. ഇതെല്ലാം 350ആണ്. പക്ഷേ എല്ലാം കൊള്ളാം കേട്ടോ. 250ഒക്കെ ആണെങ്കിൽ എനിക്ക് ഓക്കെ ആയിരുന്നു. പിന്നെ അവരുടെ ഇതെല്ലാം നോക്കാനുള്ള ടാക്സും കാര്യങ്ങളൊക്കെ കാണുമായിരിക്കും. ചെരുപ്പൊക്കെ 200. ആ ചെരുപ്പൊന്നും എനിക്ക് ഇത്ര വേണ്ട. പിന്നെ സ്വീറ്റ്സ്, അതായത് അലുവ, ചിപ്സ്, അങ്ങനെയൊക്കെ ഉള്ള ശർക്കര വരട്ടിയെല്ലാത്തിന് നല്ല വിലയുള്ളതുപോലെ. പിന്നെ ഫാൻസി എല്ലാം അതുപോലെ തന്നെ. ഇതിന് തന്നെ 3-4 സെക്ഷൻ ഉണ്ടായിരുന്നു ഡ്രസ്സിൻ്റെ തന്നെ. അതെ, കുറേ ഉണ്ട് ഇനി. അപ്പം ഞാൻ സെക്കൻഡ് പാർട്ട് വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ഓക്കെ.